16ാം ധനകാര്യ കമ്മീഷന്റെ റവന്യൂ ധനകമ്മി ഗ്രാന്റും പ്രത്യേക ഗ്രാന്റും നിർത്തലാക്കിയത് കേരളത്തിന് കനത്ത തിരിച്ചടിയാണ്. നികുതി വിഹിതത്തിലെ നാമമാത്രമായ വർധനവിനേക്കാൾ ഭീമമായ നഷ്ടമാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ സംഭവിക്കുന്നത്. നികുതി വിഹിതത്തിലെ ധനവർധനവിലും 10,000 കോടിയുടെ വർധനവുണ്ടാകുമെന്ന കേന്ദ്രത്തിന്റെ പൊള്ളയായ വാദമാണ് ഇതിലൂടെ പൊളിയുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ നികുതി വിഹിതം 1.99 നിന്ന് 2.44% ഉയർത്തിയതിൽ ഊറ്റം കൊള്ളുകയാണ് ചിലർ. 2026-27 ഏതാണ്ട് 10,000 കോടി രൂപയുടെ വർധനയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതിനപ്പുറം നഷ്ടമുണ്ടാക്കുന്ന ഇരട്ടത്താപ്പാണ് കേന്ദ്രത്തിന്റേത്. 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിന് മൊത്തം 53,137 കോടി രൂപ റവന്യൂ കമ്മി ഗ്രാന്റാണ് അനുവദിച്ചതെങ്കിൽ 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിൽ റവന്യൂ കമ്മി ഗ്രാന്റ് നിർത്തലാക്കി. പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള ഗ്രാന്റുകളുമില്ല. ഇതോടെ കേരളത്തിന് ലഭിക്കേണ്ട ഭീമമായ തുക ഇല്ലാതാകും. അപ്പോഴാണ് 10,000 കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്ന പൊള്ളവാദം. റവന്യൂ കമ്മിയുള്ള ചില സംസ്ഥാനങ്ങളെ സഹായിക്കാൻ തുനിഞ്ഞാൽ ധനകാര്യ അച്ചടക്കത്തെ ബാധിക്കുമെന്നാണ് കമ്മീഷന്റെ ന്യായം. കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സെസ് ചാർജായി പിരിക്കാവുന്ന നികുതിക്ക് 10% മറ്റോ പരിധിവെക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും സർക്കാരുമായി ഒരു ഗ്രാന്റ് ഒത്തുതീർപ്പ് നടത്തി. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 41% തന്നെയായി നിലനിർത്തി. കേന്ദ്രത്തിന് സെസ്സിനും സർചാർജിനും പരിധിയില്ല. സെസ്സും സർചാർജുമില്ലാതെ 41% നികുതി വിഹിതവും റവന്യൂ കമ്മി ഗ്രാന്റും നൽകുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ 3.5 മുതൽ 5 ലക്ഷം കോടി രൂപ വീതം പ്രതിവർഷം സംസ്ഥാനങ്ങൾക്ക് നഷ്ടമാകുമെന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.